ചേരമാൻ ജുമാ മസ്ജിദിൽ പോലീസ് കാവലിൽ പൊതുയോഗം. മഹല്ല് ഭരണം പിടിച്ചെടുത്തതായി ജനാധിപത്യ സംരക്ഷണ സമിതി. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദിന്റെ പൊതുയോഗം കനത്ത പോലീസ് കാവലിലാണ് നടന്നത്. 600ഓളം അംഗങ്ങൾ പങ്കെടുത്ത പൊതുയോഗം കണക്കുകൾ പാസാക്കിയില്ലെന്ന് പറഞ്ഞ് പൊതുയോഗം പിരിച്ചുവിട്ട് നിലവിലെ ഭരണസമിതി പോവുകയായിരുന്നുവെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി CY സലീം ആരോപിച്ചു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചേരമാൻ മഹല്ലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട് കേസും ജനക്കൂട്ടത്തിനെതിരെ പൊതുജനങ്ങൾക്കെതിരെ ഈ മഹല്ല് നിവാസികൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള കേസും കാണുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത്. 1-2 ആളുകളുടെ തീരുമാനങ്ങൾ അവരുടെ കമ്മിറ്റിയുടെ തീരുമാനങ്ങളായിട്ട് മഹല്ലിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനെതിരെ മഹല്ലിലെ ജനങ്ങൾ ഒന്നടങ്കം പൊതുയോഗത്തിന് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഇവർ പൊതുയോഗം വിളിക്കാൻ പോലും മുന്നോട്ട് വരാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ നിർബന്ധിത സാഹചര്യത്തിലാണ് 1/9/2024 ഞായറാഴ്ച പൊതുയോഗം വിളിക്കേണ്ടി വന്നത്. ആ പൊതുയോഗത്തിൽ ഏകദേശം 600ഓളം ആളുകൾ പങ്കെടുത്ത പൊതുയോഗത്തിൽ 95% ആളുകളും ഭരണസമിതിക്കെതിരെ വോട്ട് രേഖപ്പെടുത്തുകയും ആ ഭരണസമിതിയെ മാറ്റി അവർ അജണ്ട പൂർത്തീകരിക്കുന്നത് അവരുടെ കണക്കുകൾ പാസ്സാക്കിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അജണ്ടയിലെ മറ്റിനങ്ങളൊന്നും ചർച്ച ചെയ്യില്ല എന്ന് പുതിയ ധിക്കാരത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു പൊതുയോഗം തിരിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ പൊതുയോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും നിലവിലെ ഭരണസമിതി ഒഴിയണമെന്നാവശ്യപ്പെട്ടതായി പുതിയ ഭരണസമിതി അംഗങ്ങൾ അവകാശപ്പെട്ടു. ഇതുവരെ നിങ്ങൾക്കറിയാം, വളരെ പ്രതിസന്ധി ഘട്ടങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നതാണ്. ഒരു ഇരുണ്ട യുഗം തന്നെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഈ മഹല്ലിലെ ജനങ്ങൾ ഒരുപാട് പ്രയാസങ്ങളാണ് ഈ മഹല്ലിൽ പ്രശ്നങ്ങൾ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിനുള്ളൊരു വിരാമം ഇന്ന് കുറിച്ചിരിക്കുകയാണ്. ഒരു ഏകാധിപത്യ ഭരണം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മഹല്ലിലെ ജനങ്ങൾക്ക് ഒരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു ഭരണമാക്കി ഇതിനെ മാറ്റിയിരുന്നു. നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ പല കോടതികളിൽ കയറി ഇറങ്ങിയ ആൾക്കാരാണ്. ഇവരുടെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾ കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെതിരെ നിരന്തരമായ കേസുകൾ കൊടുക്കുകയാണ്. ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു അവകാശം പോലും ഈ മഹല്ലിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ അവകാശമാണ് ഈ മഹല്ലിൻ്റെ പൊതുയോഗം എന്ന് പറയുന്നത്. അതുവരെ വിളിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. പല കോടതികളിൽ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഈ പൊതുയോഗം വിളിക്കാൻ വേണ്ടി. എന്നാൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് ചുമതലയേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള പൊളിച്ചു കയറാനോ മറ്റോ ശ്രമിക്കുകയാണെങ്കിൽ മറ്റൊരു കേസാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ സമാധാനപരമായിട്ട് എല്ലാവരും പിരിഞ്ഞു പോവുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണാം. പുതിയതായി പ്രസിഡന്റ് NA റഫീഖ്, സെക്രട്ടറി CY സലീം, ട്രഷറർ VM ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ബഷീർ, ജോയിന്റ് സെക്രട്ടറി PA ബഷീർ എന്നിവരടങ്ങിയ 15 അംഗ ഭരണസമിതിയാണ് തെരഞ്ഞെടുത്തത്. പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, സ്റ്റവ്, ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ. കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ. തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ.